ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ടാപ്പ്, അതായത് വാഷ് ബേസിന് അറ്റാച്ച് ചെയ്ത് വരുന്ന ടാപ്പ്, ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന ടാപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ടേബിൾ ടോപ്പ് വാഷ് ബേസിന് മുകളിലായിട്ട് വരുന്ന ടാപ്പാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. 10 ഇഞ്ച് വരുന്നുണ്ട്, 11 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് നമ്മുടെ വാഷ് ബേസിന് എത്രയാണോ സെലക്ട് ചെയ്യുന്ന ഹൈറ്റ്, ടേബിൾ അതിൻ്റെ മുകളിൽ വരുന്ന വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഒരു 3 ഇഞ്ചെങ്കിലും ഹൈറ്റിൽ നിൽക്കാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫോമിംഗ് ടൈപ്പാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ പതഞ്ഞിട്ടാണ് വരുന്നത്. ഫോമിംഗ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത്രയും നല്ല സ്ട്രോങ് ലെവലിൽ തന്നെ നമ്മൾ ഇത് ഉറപ്പിക്കുകയും വേണം. അതായത് നമ്മൾ ഗ്രാനൈറ്റ് തുളച്ചിട്ട് ഓവറായിട്ട് തുളയ്ക്കരുത്. ഗ്രാനൈറ്റിൽ ബോറിംഗ് ബീറ്റ് ഇട്ടിട്ട് വേണം തുളയ്ക്കാനായിട്ട്. ഗ്രാനൈറ്റ് തുളയ്ക്കുമ്പോൾ 1/2 ഇഞ്ചാണ് നമ്മുടെ ടാപ്പ് വരുന്നത്. ടാപ്പിൻ്റെ 1/2 ഇഞ്ച് ആ ബോറിംഗ് ബീറ്റ് ഇട്ട് ഗ്രാനൈറ്റ് അടിച്ചിട്ട് അത് വേണം നമ്മൾ ഈ ടാപ്പ് ഉറപ്പിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ MRP കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ജാഗ്വറിൻ്റെ മോഡലാണ് വരുന്നത്. ജാഗ്വറിൻ്റെ തന്നെ വരുന്നത് 3000 സംതിങ് ആണ് വരുന്നത്. 3000 സംതിങ് ആണ് കൊടുത്തിരിക്കുന്ന റേറ്റ് വരുന്നത്. ജാഗ്വറിൻ്റെ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് അതിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ പൈപ്പ് വരുന്ന ഔട്ട്ലെറ്റ് കണ്ടോ, ഔട്ട്ലെറ്റ് കുറച്ചുകൂടി വൈഡായിട്ട് വരുന്നത്, കുറച്ച് അടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ജാഗ്വറിൻ്റെ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് പിടിപ്പിക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. നമ്മളിത് മൾട്ടിവുഡാണ് കംപ്ലീറ്റ് കബോർഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൻ്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് ഗ്രാനൈറ്റ് തമ്മിൽ കനം കൂടുതലായതുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മൾട്ടിവുഡ് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ടാപ്പ് കറക്റ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 1/2 ഇഞ്ച് ബോറിംഗ് ബീറ്റ് ഇട്ടിട്ട് തുളയ്ക്കണം. അതായത് സ്ക്വയർ ചെയ്ത് തുളയ്ക്കരുത്. തുളച്ചതിന് ഈ ടാപ്പ് ആടി കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ബോറിംഗ് ബീറ്റ് ഇട്ട് തുളച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 1/2 ഇഞ്ചിൻ്റെ ടാപ്പ് നമ്മളതിലേക്ക് ഇട്ടതിന് ശേഷം ഗ്രാനൈറ്റിലാണ് നമ്മൾ മൊത്തം ടൈറ്റ് ചെയ്യേണ്ടത്. ഗ്രാനൈറ്റിൽ ടൈറ്റ് ചെയ്തിട്ട് ആംഗിൾ കോക്കിട്ട് കണക്ട് ചെയ്തു, കണക്ഷൻ പൈപ്പ് ഇട്ട്, പിന്നെ അതിനുശേഷം വേസ്റ്റ് പൈപ്പ്, അതായത് സെൻറ്റർ വാഷ് ബേസിൻ്റെ വേസ്റ്റ് വരുന്നത് നേരെ അതിലേക്ക് നമ്മൾ വേസ്റ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്തു. ഇത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബോറിംഗ് ബീറ്റിലിട്ട് അടിക്കുക, സ്ക്വയർ ഹോള് കൊടുക്കാതിരിക്കുക. സ്ക്വയർ ഹോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാപ്പ് ഹൈറ്റ് കൂടിയതും വെയിറ്റ് ഉള്ളതുകൊണ്ടും കുറേ നാൾ കഴിയുന്ന സമയത്ത് അത് ഷെയ്ക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ കറക്റ്റ് അറേഞ്ച് ആവുന്ന സമയത്ത് നീറ്റായിട്ട് നമുക്ക് ഫുൾ ടൈറ്റിൽ നമുക്ക് എന്തും എത്ര കാലം വരെ ഫുൾ ടൈറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മോഡൽസ്, അതായത് ഈ ടാപ്പിൻ്റെ കൂടെ തന്നെ ജാഗ്വറിൻ്റെ ടൈപ്പ് തന്നെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനുകളും വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കോമൺ വാഷ് ബേസിനെ കുറിച്ചിട്ട് ഏകദേശം ടാപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.